ഹലോ ഗായ്സ്, നമസ്കാരം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽ സ്റ്റേ റിപ്പീറ്റ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളൊരു കൊച്ചു ട്രിപ്പിലാണ് കേട്ടോ. വളരെ ഷോർട്ട് ട്രിപ്പാണ്. കൂർഗിലോട്ടാണ് പോകുന്നത്. എൻ്റെ വൈഫ് അനുവിൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. നമ്മൾ എല്ലാവരും കൂടെ അങ്ങനെ അതൊക്കെ കൂർഗ് പിടിച്ചാലോ എന്ന് പെട്ടെന്നൊരു പ്ലാൻ വന്ന് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ വെൽ പ്ലാൻഡ് ട്രിപ്പൊന്നുമല്ല, വളരെ ഷോർട്ട് ട്രിപ്പാണ്. 1-2 മെയിൻ സ്ഥലങ്ങൾ മാത്രം വിസിറ്റ് ചെയ്ത് വരാനുള്ള ഒരു പ്ലാനിലാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഇതിന് തെറ്റ് എന്ന് പറയും. അവിടെ അപ്പക്കട കുറച്ച് ഫേമസ് ആണ്. തിരുനെല്ലി പോകുന്ന വഴിക്ക് വയനാട്. അവിടുന്ന് കുറച്ച് അപ്പമൊക്കെ വാങ്ങി നമ്മളിങ്ങനെ ഈ മഴയൊക്കെ ആസ്വദിച്ച് പതുക്കെ കൂർഗിലോട്ട് പോവുകയാണ്. നല്ല ഭംഗിയില്ലേ ഈ വഴികളൊക്കെ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പക്ഷേ വിശക്കാൻ തുടങ്ങി. ഇനി വൈകാതെ ഫുഡിനുള്ളൊരു സ്പോട്ട് നോക്കി പോവാണ്. കർണാടക എത്തിയപ്പോൾ തന്നെ ആദ്യം കണ്ട വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ഞങ്ങളൊക്കെ വെജിറ്റേറിയൻസാണ് മേജർലി. അത് കാരണം ഒരു നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കി പെട്ടെന്ന് കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ ഇനി വെച്ച് പിടിക്കുന്നത് ഗോൾഡൻ ടെമ്പിൾ എന്ന സ്ഥലത്തേക്കാണ്. കൂർഗിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. അങ്ങോട്ടാണ് ഇനിയുള്ള യാത്ര. മ്യൂസിക് മാറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും അല്ലേ? നമ്മുടെ നാട്ടിൻപുറമൊന്നും അല്ലല്ലോ ഇത്. ഇതൊക്കെ കർണാടകയിലാണോ എന്നൊരു സെക്കൻഡ് നമ്മൾ ആലോചിച്ച് പോകും. ദലൈലാമയുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. യെസ്, ഈ ഗോൾഡൻ ടെമ്പിൾ ടിബറ്റ് മതവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധ മതവിശ്വാസങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പറ്റം അറൗണ്ട് 5000 ആൾക്കാരുണ്ട്. അവർക്കായിട്ടുള്ളൊരു സ്പേസാണ് ഇത് കൂർഗിൽ. ദലൈലാമയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചൈനീസ് അധികാരികളുമായിട്ടുള്ള സംഘർഷം കാരണം 1959 മാർച്ച് 31 14ാമത്തെ ദലൈലാമ, അതായത് ഇപ്പോൾ ഉള്ള ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് ഇവിടെ സംരക്ഷണം കൊടുക്കുകയും ചെയ്തു. ദലൈലാമയെ സംരക്ഷിക്കാനും ചൈനീസ് സൈന്യത്തിനെ ചെറുക്കാനും ടിബറ്റുകാർ ശ്രമിച്ചതോടുകൂടിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. പിന്നെ ദലൈലാമ ബുദ്ധൻ്റെ അവതാരമാണോ എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. ദലൈലാമ ശാക്യമുനി ബുദ്ധൻ്റെ അവതാരമല്ല, അല്ലെങ്കിൽ കുറഞ്ഞത് അത് ഈ രീതിയിൽ മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. ടിബറ്റൻ ഭാഷയിൽ ചെൻ റിസിംഗ് എന്നറിയപ്പെടുന്ന അവലോകിതേശ്വരൻ്റെ പുനർജന്മമായിട്ടാണ് ദലൈലാമയെ കാണുന്നത്. നമ്മളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് പാർക്കിങ്. അവിടെ 40 റുപ്പീസാണ് പാർക്കിങ്ങിന് വരുന്നത്. അവിടുന്ന് നമ്മൾ ജസ്റ്റ് തിരിച്ച് നടന്നു വന്നു കഴിഞ്ഞാൽ ടിക്കറ്റൊന്നുമില്ല ഉള്ളിലോട്ട് കയറാൻ. നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇത് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉൾവശമാണ്. ഞാനും അനിയനും വൈഫൊക്കെ കൂടെ മെഡിറ്റേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ മോനവിടെ കണ്ട 1-2 പേരായിട്ട് ഫ്രണ്ട്സായിട്ട് കളി തുടങ്ങി. ഞങ്ങൾ കൂടുതലും ഷൂട്ട് ചെയ്യുന്നതിന് പകരം ഓപ്റ്റ് ചെയ്തത് അവിടെ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് കാരണം സോറി, ഒരുപാട് വീഡിയോസ് ഇല്ല. പക്ഷേ ലാസ്റ്റ് കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഇടുന്നുണ്ട്. അതെല്ലാവരും മറക്കാതെ കാണണേ. പിന്നെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ടിബറ്റൻ എക്സ്പീരിയൻസ് കിട്ടാൻ ഉള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ടെമ്പിൾ. സോ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം. ഇനി ഞങ്ങൾ സ്റ്റേ ചെയ്ത ലോഡ്ജാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് വളരെ സ്പേഷ്യസും ക്ലീനും അത്യാവശ്യം എല്ലാ അമ്യൂണിറ്റീസും ഉള്ള ഒരു അടിപൊളി സ്റ്റേ ഓപ്ഷനാണ്. നിങ്ങൾ കൂർഗിൽ വരുന്നുണ്ടെങ്കിൽ ഇത് പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഒട്ടും പ്ലാൻഡ് അല്ലാതെയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ എവിടെയും സ്റ്റേ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയിട്ട് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ ട്രീബോ എന്ന ഒരു കമ്പനിയുടെ കീഴിൽ വരുന്ന ഒരു സ്പേസ് ആണ് ഇത്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു സ്റ്റേ. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു റിസപ്ഷനിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആലോചിക്കാൻ തുടങ്ങിയത് ഫുഡ് എവിടുന്നാന്നുള്ളതാണ്. പക്ഷേ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, പ്രത്യേകിച്ച് എനിക്കും വൈഫിനും അനിയനും മോനും. ബിക്കോസ് കുശാൽ നഗറിലെ ഡൊമിനോസ് ഇതേ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കഴിച്ചു. അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കിയ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അവരതാണ് പ്രിഫർ ചെയ്തത് കഴിക്കാൻ. ഞങ്ങൾ 4 പേരും താഴെ പോയി അടിച്ചു പൊളിച്ച് കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഇവർ തന്ന കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തത്. നമ്മൾ നേരെ പോയത് നിസർഗധാമ പാർക്ക് കുശാൽ നഗറിലേക്കാണ്. ഇതും എന്താ പറയുക, ഞങ്ങൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് പോയതാണ്. എൻട്രൻസ് ഫീസ് 60 രൂപയാണ് അഡൽട്സിന് വരുന്നത്. കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയാണെങ്കിൽ വലിയ പേയ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല. ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലോട്ട് കയറിയാൽ ആദ്യം കാണാൻ പറ്റുന്നത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇത് വളരെ സേഫാണ് കേട്ടോ. നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് ആടുന്ന ഒരു ബ്രിഡ്ജൊന്നുമല്ല. അത്യാവശ്യം ലെങ്തിയാണ്. ഇതിൻ്റെ തൊട്ട് താഴെക്കൂടെയാണ് കാവേരി നദി. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേടി തോന്നിയാലും ഞാൻ അത്ഭുതപ്പെടില്ല. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളപ്പോൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെ
നടന്നിട്ടാണ് ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാർക്കിലോട്ട് പ്രവേശിക്കേണ്ടത്. പാർക്ക് എന്ന് പറയണോ ദ്വീപ് എന്ന് പറയണോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഒരു പാർക്ക് എന്നാണ് വിളിക്കുന്നതെങ്കിൽ കൂടെ ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു സ്പേസാണ്. നമുക്ക് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. 64 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു പാർക്കാണത്. കട്ടിയുള്ള മുളങ്കാടുകളും ചന്ദനമരങ്ങളും തേക്ക് മരങ്ങളും ഒക്കെ ആയിട്ട് സമൃദ്ധമായിട്ടുള്ള ഒരു സ്പേസാണ്. കാവേരി ഒഴുകുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? കുറച്ച് പേടി വന്നാലും ഞാൻ കുറ്റം പറയില്ല. ദ്വീപിലേക്ക് നമ്മൾ ഈ തൂക്കയറിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ മാനിൻ്റെ പാർക്കുണ്ട്, പിന്നെ മയിലുകൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, ഒരു ഓർക്കിഡേറിയം, പിന്നെ ഒരു ബേർഡ് പാർക്കൊക്കെ തുടങ്ങി വളരെയധികം റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മൾ പെട്ടെന്ന് മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിച്ചെത്തിയ പോലെ തോന്നും. കയറി ഉടനെ തന്നെ ലെഫ്റ്റിലായിട്ട് മലയാളീസ് തന്നെ നടത്തുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ സ്പൈസസിൻ്റെയൊക്കെ ഉള്ളൊരു കടയുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വേണ്ടവർക്ക് അവിടുന്ന് ബൈ ചെയ്യാം. പിന്നെ കണ്ടില്ലേ, മുളങ്കാടുകളാണ് നമുക്ക് ചുറ്റും. ഈ വഴികളിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല സുഖമാണ്, ഭയങ്കര റിലാക്സിങ്. എസ്പെഷ്യലി ഒരു മഴ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോഴും ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. വളരെ സമാധാനപരമായിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാം. മഴയൊക്കെ കഴിഞ്ഞ കാരണം നിറയെ കിളികളുടെയൊക്കെ ശബ്ദമായിട്ട് നല്ല പീസ്ഫുള്ളായിരുന്നു. അതാണ് കളിസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നമ്മൾ നേരെ ഇവിടെയുള്ള ബേർഡ് പാർക്കിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. മോനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അവന് പക്ഷികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ് ഇനി. അത്യാവശ്യം ഒരു കിലോമീറ്ററോളം ഉള്ളിലോട്ട് നടക്കുമ്പോഴാണ് ഈ പറയുന്ന ബേർഡ് പാർക്കിലോട്ട് എത്തുന്നത്. ഇവിടെ ബേർഡ്സാണ് മെയിൻ, അതായത് ഓന്തും അങ്ങനെയുള്ള ചില വേറെ ജീവികളുണ്ടെങ്കിൽ കൂടെ ബേർഡ്സാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. ഒരുപാട് തരത്തിലുള്ള ബേർഡ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന കോഴി മുതൽ തുർക്കിക്കോഴി, ഒട്ടക പക്ഷി, പിന്നെ ഈ ഓന്തിനൊക്കെ നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഒരു ഏരിയ നിങ്ങൾ ജസ്റ്റ് കാണാൻ തന്നെ, വെറുതെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഇത് കാണാൻ തന്നെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അച്ഛൻ്റെ കയ്യിൽ ഈ പാരറ്റ്സ് വന്നിരിക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ള എല്ലാവർക്കും അത്ഭുതമായിരുന്നു. നിങ്ങൾ കണ്ടോ കേട്ടോ, എത്ര പാരറ്റ്സാണ് വന്നിരിക്കാൻ പോകുന്നതെന്ന്. കണ്ടോ, ഭയങ്കര ക്യൂട്ടല്ലേ. അച്ഛനും വിശ്വസിക്കാൻ പറ്റിയില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത്രയും അവിടെ ഉള്ള ബാക്കിയുള്ള എല്ലാവരെയും കൈകൾ നോക്കിയിട്ട് അച്ഛൻ്റെ കൈക്ക് നോക്കിയാൽ ആ ഡിഫറൻസ് നന്നായിട്ട് അറിയാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ ഒരു ടൈം. ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് എന്താ പറയുക, റഷ്
ചെയ്ത് സ്ട്രെസ്ഫുള്ളായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു തീർക്കുന്നേക്കാളും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ട് 1-2 സ്ഥലങ്ങൾ മതി. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി ആയിട്ട് നമ്മുടെ എല്ലാവരെയും ഉള്ളിൽ നിൽക്കുമെങ്കിൽ അതല്ലേ ഇമ്പോർട്ടൻറ്റ് എന്ന് തോന്നിപ്പിച്ചു ഈ കൂർഗ് ട്രിപ്പ്. സാധാരണ ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ കുറേ സ്ഥലങ്ങൾ ഒരുമിച്ച് കണ്ട് വേഗം തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണ് പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഞങ്ങളുടെ ഈ കൊച്ചു ട്രിപ്പ്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരുപാടൊന്നും പറയാനില്ല. ഞങ്ങളിനി തിരിച്ച് നൈറ്റ് ആകുമ്പോഴേക്കും വീട് പിടിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. ഇവിടെ ഇനി ഒരുപാട് കാഴ്ചകളൊന്നുമില്ല. ഇനി ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്പേസ് ഉണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളത്. അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ നിറയെ ഷോപ്പിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡ്രസ്സുകളാണെങ്കിലും അല്ലെങ്കിൽ വൈനും ചോക്ലേറ്റ്സും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അതും. ഒരു ബേസിക് ഷോപ്പിംഗ് ഒക്കെ നിങ്ങൾ ഏതെങ്കിലും കൂർഗിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലോട്ട് വാങ്ങിപ്പോകാനൊക്കെ പറ്റിയ സ്ഥലമാണ്. വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് എനിക്ക് തോന്നുന്നു 20 റുപ്പീസിനൊക്കെ കമ്മലും മാലയും ഒക്കെ കിട്ടുന്ന അങ്ങനത്തെ എക്കണോമിക് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് ഏരിയയാണ്. അതിനുശേഷം ഞങ്ങൾ ഒന്നുകൂടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തോട്ട് പോയി. അവിടെയുള്ള ഒരു ഭക്ഷണശാലയിൽ കുറച്ച് ടിബറ്റൻ ഫുഡ്സ്, ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത് കേട്ടോ, പക്ഷേ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി. മോശമില്ലാത്ത ഫുഡാണ്, പക്ഷേ ഇന്ത്യക്കാർക്കൊക്കെ പ്രത്യേകിച്ച് മലയാളികൾക്ക് കുറച്ച് എരിവും പുളിയൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് തോന്നി. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വയനാട് പിടിച്ചു. ഇവിടെയാണ് ഈ ട്രിപ്പ് അവസാനിക്കുന്നത്. ഇതിലെ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഫോട്ടോസായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം ഇവിടെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻസിനൊക്കെ മറുപടി വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.